വാ വാ വാ. എന്താടോ, പത്രക്കാരുണ്ടോ പുറകില്? പണ്ടൊരു തവണ തന്നെ വിളിച്ചു വരുത്തിയപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ എന്തായാലും ഇത്തവണ ഉണ്ടാവില്ല. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ട് തന്നെയാ തന്നോട് വരാൻ പറഞ്ഞത്. ത്രൂ പ്രോപ്പർ ചാനൽ. മുൻ മന്ത്രി കൃഷ്ണൻ നമ്പ്യാർ, അയാള് മരിച്ചിട്ടെന്ന് മാസം 1 തികയ്യ. ഇതുവരെ കൊലയാളികൾ ആരെന്ന് ഊഹിക്കാൻ പറ്റിയോ തനിക്കും തന്റെ പോലീസുകാർക്കും? കണ്ടോടോ പത്രങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണൻ നമ്പ്യാർ വധക്കേസിൽ ഒരു ടേണിംഗ് ഉണ്ടാവണം. പിന്നെയും സാർ, എടോ ടേണിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായെന്നോ അതോ ഇല്ലെന്നോ? നോ സർ. അലക്സാണ്ടർ മേക്കാടൻ, സിറ്റി പോലീസ് കമ്മീഷണർ. അയാളാണല്ലോ മഹത്തായ 30 ദിവസവും ഈ കേസ് അന്വേഷിച്ചത്. അയാൾ അന്വേഷിച്ചിടത്തോളം മതി. കേസ് ഞാൻ വേറെ ആണുങ്ങൾക്ക് കൊടുക്കാൻ പോവുക. തനിക്കറിയാം ആളെ, നമ്മുടെ സിവിൽ സപ്ലൈസ് MD അപ്പൻ മേനോൻ. അറിയാം സർ. ഡോക്ടർ അപ്പൻ മേനോൻ IPS, ഡോക്ടറേറ്റ് ഇൻ ക്രിമിനോളജി. അയാള് തന്നെ. അയാളുടെ രീതിയും പെരുമാറ്റവും ഒക്കെ കണ്ട ലേശം കുഴപ്പമുണ്ടെന്ന് തോന്നും സർ. പക്ഷേ അത് പെരുമാറ്റത്തിലേ ഉള്ളൂ. മിടുക്കനാ. അയാളുടെ പെർഫോമൻസ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി. അന്വേഷിച്ച സകല കേസിലും പ്രതികൾക്ക് ശിക്ഷ. ഇത്രയും കഴിവുള്ള ഒരാള് സിവിൽ സപ്ലൈസിന്റെ തലപ്പത്തല്ല ഇരിക്കേണ്ടത്. ഇതുപോലൊരു കേസിന്റെ തലപ്പത്ത. എന്താ DGP? ഔദ്യോഗിക തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം. ഒന്ന് നിന്നേ. ഇറങ്ങിയിട്ട് പത്രക്കാരെ വിളിച്ച് പറഞ്ഞു കളയരുത് ഞാൻ വിളിപ്പിച്ചത് ശാസിക്കാനാണെന്ന്. അറിയാലോ, വിഷയം അപ്പനാ, അപ്പൻ മേനോൻ. Good morning, sir. Good morning. Very good morning. Good morning, sir. Morning. Good morning, sir. 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 Good morning. Morning. Excuse me, sir. Yes. ഇന്നലെ 5 മിനിറ്റ് വൈകി വന്നപ്പോ സാറെന്നെ വഴക്ക് പറഞ്ഞു. ഇന്ന് ഞാൻ ഓൺ ടൈമിലാ. വൈകിയപ്പോ ചീത്ത കേട്ട സ്ഥിതിക്ക് കൃത്യസമയത്ത് വരുമ്പോഴെങ്കിലും ഒരു നല്ല വാക്ക് അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കാലോ എനിക്ക്. ഞാൻ നല്ല വാക്ക് പറയാൻ പോകുന്നത് വാസന്തിയല്ല, ട്രെയിനിനെ. ട്രെയിനിനെയോ? അതെ. ഇന്നലെ വൈകി വന്നപ്പോ കുറ്റം ട്രെയിനിൻ്റെതായിരുന്നില്ലേ? ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് വൈകി. ഇന്ന് കൃത്യസമയത്തെത്തിയപ്പോ ക്രെഡിറ്റ് വാസന്തിക്ക്. അതെങ്ങനെ ശരിയാവും? ഇന്ന് ട്രെയിൻ കൃത്യസമയത്ത് എത്തിയത് കൊണ്ടല്ലേ വാസന്തിയും ഓൺ ടൈമിലെത്തിയത്. സർക്കാർ സംവിധാനത്തിൽ ജീവനക്കാർ കൃത്യസമയത്ത് ഓഫീസിലെത്തുന്നത് ഔദാര്യമല്ല, നിയമമാണ്, കടമയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ആ കരിനിയമം പ്രഖ്യാപിച്ച കക്ഷിയെ മൃഗീയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചവരാണ് നമ്മൾ മലയാളികൾ. കാരണം സിമ്പിളായിരുന്നു. ട്രെയിനുകൾ കൃത്യസമയത്തോടുന്നു, ഓഫീസുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നു. ഓർക്കണം, തിരിച്ച് പിടിക്കാൻ പറ്റാത്തതും തിരിച്ച് കിട്ടാത്തതും ഒന്നേ ഉള്ളൂ, ടൈം, കാലം. സോ ബി കെയർഫുൾ അബൌട്ട് ടൈം. വൈകാ വൈകാ അപ്പേട്ടാ, പ്രസവം ഇന്നുണ്ടാവും. പ്രസവം? അതിനെപ്പോഴാ വൈകാ നീ പ്രസവിക്കാറായത്? ഞാനല്ല, പശു. ഓ, പശു. നീ വെറുതെ എന്നെ കൺഫ്യൂസ് ചെയ്യിച്ചു. ഇത്തവണയും കാളക്കുട്ടി ആവാണ്ടിരിക്കാൻ എല്ലാ അമ്പലങ്ങളിലും വഴിപാട് നേർന്നിരിക്കാൻ ഞാൻ. പശുക്കുട്ടിയാണെങ്കിൽ കൃഷ്ണന്റെ അമ്പലത്തിലെ 3 ചുറ്റ് ശയനപ്രദക്ഷിണം നടത്തേണ്ടി വരും. നീയോ? ഞാനല്ല, അപ്പേട്ടൻ. വൈക, പശുവിന്റെ ഡെലിവറി പോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ കൃഷ്ണന്റെ അമ്പലത്തിലും ശിവന്റെ അമ്പലത്തിലും ശയനപ്രദക്ഷിണം പോലുള്ള വഴിപാടുകൾ നേർന്നാൽ എന്റെ കാര്യം, യു നോ, ഐ എം ആൻ IPS ഓഫീസർ. അപ്പേട്ടൻ IPS ഓഫീസർ ആണെങ്കിൽ ഞാൻ IPS ഓഫീസറുടെ ഭാര്യയാ. ഞാൻ തറവാട്ടി കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് വല്ല വിചാരമുണ്ടോ അപ്പേട്ടന്?
അപ്പേട്ടന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എപ്പ നോക്കിയാലും തിരക്ക് തിരക്ക് തിരക്ക്. എന്ന് തരൂ ഈ തിരക്ക്? 2035 ജൂലൈ മാസം 17-ാം തീയതി. അന്നാ ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അടുത്തില്ലെന്നുള്ള നിന്റെ പരാതി മുഴുവനും അന്ന് തൊട്ട് ഞാൻ തീർക്കും, പലിശ സഹിതം. വയസ്സുകാലത്തോ? വയസ്സുകാലമല്ല വൈക, ശൈശവം. പുതിയ കോൺസെപ്റ്റിനെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ. റിട്ടയർമെന്റിന് ശേഷമാണത്രേ ഇപ്പൊ യഥാർത്ഥ ജീവിതം. മക്കളെയൊക്കെ കെട്ടിച്ചയച്ച് നമ്മൾ രണ്ടാളും അടിച്ച് പൊളിച്ച്. അതിന് മക്കളെവിടെ? ഉണ്ടാവുമല്ലോ. പാൽ അടുപ്പത്ത് വെച്ചിട്ടാണോ ഈ കുട്ടി? ഹലോ ഹലോ, പട്ടാപ്പകല് ഡ്യൂട്ടി സമയത്തിന് ഉറങ്ങുകയാണല്ലേ? ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ 15 മിനിറ്റ് മയങ്ങണം. അത് നിർബന്ധം അപ്പൻ സാറിന്. ഉച്ചയ്ക്ക് മയങ്ങിയാൽ പിന്നീട് ജോലി ചെയ്യാൻ ഇരട്ടി ഉന്മേഷം കിട്ടുന്ന അപ്പൻ സാറിന്റെ അഭിപ്രായം. എന്റെ അനുഭവത്തിൽ അത് ശരിയാ. അല്ല, ഇതെങ്ങോട്ടാ? അപ്പൻ സാറിനെ കാണാനാണെങ്കിൽ നടക്കില്ല കേട്ടോ. ഉച്ച മയക്കത്തിനിടയിൽ ആരെ അങ്ങോട്ട് കടത്തി വിടണ്ടെന്ന ഓർഡർ. വെറുതെ ചീത്ത കേക്കല്ലേ. ഞാനേ മെസ്സഞ്ചറാ, സ്പെഷ്യൽ മെസ്സഞ്ചർ. സാർ, അപ്പൻ സാർ. സാർ, എന്തു പറ്റി? ഒന്നുമില്ല. തെറി കേട്ടല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അല്ല, മെസ്സഞ്ചർ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല? DGP ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടതാ. കൃഷ്ണൻ നമ്പ്യാർ വധക്കേസ്. അതിന്റെ അന്വേഷണം ഇനി അപ്പൻ സാറിനാ. അപ്പനോ? ഏതപ്പൻ? ആരപ്പൻ? അപ്പനല്ല, ഏത് അപ്പൂപ്പൻ വിചാരിച്ചാലും ഒരു ചുക്കും നടക്കില്ല. മേക്കട സ്ലോവാ, പക്ഷെ സ്റ്റഡിയാ, സ്ട്രോങ്ങാ. ഒരു മാസം എന്നല്ല, ചിലപ്പോ ഒരു വർഷം എടുത്തെന്നിരിക്കും. പക്ഷെ പൊക്കിയിരിക്കും പ്രതികളെ, നല്ല പെർഫെക്റ്റ് ആയി. ഇതൊന്നുമല്ല വേണു, എന്നെ ഒതുക്കാൻ വേണ്ടി ചിലർ മനഃപൂർവ്വം എടുത്ത പൊളിറ്റിക്കൽ ഡിസിഷൻ. ഇപ്പൊ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന പലരെയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ ശരിക്ക് കുടഞ്ഞിട്ടുണ്ട്, ചിലക്കിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിന്റെ ചൊരുക്ക് തീർത്തതാ. തീർത്തോട്ടെ, എനിക്കൊന്നുമില്ല. പക്ഷെ ഈ അപ്പമേനോൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അതാണ് സാർ അപ്പൻ മേനോൻ. ഇയാളാണ്? അതെ. ഇത് അപ്പൻ മേനോനോ അതോ അപ്പം മേനോനോ? എനിക്കൊരു പ്രതീക്ഷയില്ല വേണു. ടിഫിൻ കാരിയറും ലാപ്ടോപ്പും. കേസിന്റെ കാര്യം ഖലാസ്. ഈ കേസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ മിസ്റ്റർ അപ്പൻ. എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടുപിടിക്കണം. അതാണ് CM-ന്റെ ഓർഡർ. പ്രതികളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരിക്കും അല്ലേ സർ? അല്ല, പെട്ടെന്ന് പിടിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. CM-ന് കുറ്റം പറയാൻ പറ്റില്ല അപ്പൻ. പത്രങ്ങളുടെ പ്രഷർ. പോണോട്രോപിക് ദൃശ്യങ്ങൾ, കീഴാള പരിപ്രേക്ഷ്യം, അപമാനവീകരണം, ബെസ്റ്റ്. ഇന്ത്യൻ ദേശീയതയും സാംസ്കാരിക ചിഹ്നങ്ങളെയും മതവെറി നിറഞ്ഞ കണ്ണിലൂടെ നോക്കി എന്നും അപഹസിക്കാറുള്ള ഈ പെട്രോ ഡോളർ പത്രത്തിൽ വരുന്ന വാർത്തകൾ ആരെങ്കിലും മുഖവിലേക്ക് എടുക്കാറുണ്ടോ സാർ? കിണ്ടിക്കും മൊന്തയ്ക്കും നിലവിളക്കിനും സംഗീതത്തിനും രവിവർമ്മ ചിത്രങ്ങൾക്കും എന്തിന് മലയാളി ഉണ്ണാൻ ഉപയോഗിക്കുന്ന വാടയിലേക്ക് വരെ ജാതിയും മതവും ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ D ക്ലാസ് പത്രത്തിൽ വരുന്ന വാർത്തകൾ ഒരു കേസിന്റെ അന്വേഷണത്തെയും പ്രഷറൈസ് ചെയ്യാൻ കാരണമാവരുത്. മുഖ്യമന്ത്രിക്കും നമ്മൾ ഉദ്യോഗസ്ഥർക്കും. ഇതിന്റെ സ്ഥാനം എവിടെ? പിന്നെ ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നത് സത്യം പറയാലോ സാർ, ഒട്ടും താല്പര്യത്തോടെയല്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചീഞ്ഞു നാറുന്ന ഒരു തൊഴുത്താണെങ്കിലും ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു ഞാൻ അവിടെ. ഇഷ്ടപ്പെടുക മാത്രമല്ല, ക്ലീൻ ആക്കി. എല്ലാവർക്കും അത് അറിയാം അപ്പൻ. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ.
പിന്നെ അറിയാമല്ലോ CM-ന്റെ സ്വഭാവം. എന്തുണ്ടെങ്കിലും നേരിട്ട് വിളിക്കും, ശാസിക്കും. പക്ഷെ ആള് നല്ലതാ. എല്ലാം നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ശുദ്ധൻ. അറിയാം സർ, ബട്ട് ഫേറ്റ് നന്നാവില്ല സർ, ഒന്നും ഒരിക്കലും. I should give it a try. Sahadeva? Sir. Yes. ഇങ്ങനെ കരയും ആരായാലും. പക്ഷെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഭാസ്കരൻ മരിച്ച കൃഷ്ണൻ നമ്പ്യാരിൽ നിന്ന് ഇങ്ങനെ ഒരു കരച്ചിൽ കേട്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല ഇതില്. ടോട്ടൽ കൺഫ്യൂഷൻ, കോംപ്ലിക്കേഷൻ. പക്ഷെ രസമുണ്ട്. തല തിരിഞ്ഞ ഒരു കേസ്. വെരി ഇൻട്രസ്റ്റിംഗ്. 8:30 മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞതാ വൈഗയോട്. 1/2 മണിക്കൂർ ലേറ്റ് ആയി. സോറി വൈഗ, ഐ എം സോ സോറി, വെരി സോറി. പിക്ക് അപ്പ്. സീ, ഞാൻ പറഞ്ഞില്ലേ എടുക്കുന്നില്ല, പിണങ്ങി. ഹലോ. സോറി വൈഗ. സോറി ഒന്നും പറയണ്ട. റിയലി സോറി. തല പുകഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ ആ കേസിൽ. തോന്നി. വൈകിട്ടത്തെ TV ന്യൂസിൽ ഉണ്ടായിരുന്നു വാർത്ത. എന്തിനാ അപ്പേട്ട ഇതുപോലുള്ള കേസുകൾ എടുത്ത് തലേ വെക്കുന്നത്? തലേ വെക്കുന്നതല്ലോ വൈഗ, കെട്ടിവെച്ച് തരുന്നല്ലേ. ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പറ്റില്ലെന്ന് പറയാൻ കഴിയോ എനിക്ക്? യുനോ, ഐ എം എ റെസ്പോൺസിബിൾ ഓഫീസർ. സൂക്ഷിക്കണം അപ്പേട്ടൻ. മരിച്ചയാളെ ചില്ലറക്കാരനല്ല. അപ്പൊ കൊന്നവരും അതുപോലുള്ളവരാവും. യെസ്, പക്ഷെ ഞാൻ കണ്ടുപിടിക്കും അവൻ എത്ര വലിയവനായാലും. പിന്നെ എന്തായി നമ്മുടെ പശു പ്രസവം, കൃഷ്ണൻ അമ്പലത്തിലെ ശയന പ്രദർശനം? വേണ്ടി വരുവോ? അപ്പൊ പ്രസവിച്ചോ? ഉച്ച കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ വിളിച്ചു പറയണമെന്ന് വിചാരിച്ചതാ, പിന്നെ അതങ്ങ് വിട്ടു. ആരാ അവിടെ പാത്രം തള്ളിയിട്ടത് വൈക? അയ്യോ അപ്പേട്ട, അടുക്കളയിൽ പൂച്ച കയറിയിട്ടുണ്ടെന്നാ തോന്നണേ. ഒന്ന് ഹോൾഡ് ചെയ്യോ? പിന്നെന്താ, ഹോൾഡ് ചെയ്യാലോ. വെറുതെ ഫോൺ ബില്ല് കൂട്ടുന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതെ, ഞാൻ സംസാരിച്ചത് എന്റെ ഭാര്യയോടാണ് സഹദേവ, കാമുകിയോടല്ല. മനസ്സിലായോ? മനസ്സിലായി. എന്നാ പിന്നെ കൂട്ടിക്കൊണ്ടൊന്ന് ഇവിടെ നിർത്തിക്കൂടെ? അപ്പൊ പിന്നെ തറവാട്ടിലെ ഭഗവതിമാർക്ക് ആര് വിളക്ക് വെക്കും? പശുക്കളെ ആര് നോക്കും? തറവാട് ആര് അടിച്ചു വാരിയിടും എന്നൊക്കെ അവൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും സഹദേവ? ഒന്നും പറയാൻ പറ്റില്ല. അതാ വൈഗ, 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 ഇതെവിടെ പോയി കിടക്കുന്നു ഈ കുട്ടി? കുറച്ച് ദിവസമായിട്ട് കോൺസെൻട്രേഷൻ തീരെ അങ്ങോട്ട് ശരിയാവുന്നില്ല. സർ. എന്താടോ? അപ്പൻ സാറ്. വരാൻ പറ. സർ. വിളിപ്പിച്ചിട്ട് വരുന്നതാ. എനിക്ക് അയാളോട് 2 വർത്താനം പറയണം. വരട്ടെ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അപ്പൻ അല്ലേ? സോറി സർ, ഡോക്ടർ അപ്പൻ മേനൻ, IPS. ദാറ്റ്സ് മൈ നെയിം. ഈ IPS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പെർഫോമിംഗ് സർവീസ് എന്നാണ്. പെർഫോമും ചെയ്യണം വേണ്ടേ? വേണം. സഞ്ചരിക്കാൻ സർക്കാർ വണ്ടി അലോട്ട് ചെയ്യുമ്പോ പിന്നെന്തിനാ ഈ സ്വന്തം പജീറോ? എന്താ ഷോയാ? ഷോ അല്ല, ക്യാഷ് ഉള്ള വീട്ടിലാണേ. അതുകൊണ്ട് സർക്കാർ വണ്ടി സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കൈയിട്ട് വാരലും ഇല്ല. ഈ കളർഫുൾ ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് മാറ്റണം. ഒരുമാതിരി കോളേജ് പിള്ളേരെ പോലെ. ഇതൊന്നും പോലീസുകാർക്ക് ചേരില്ല. ആളുകൾക്കൊരു പേടി തോന്നില്ല ഇങ്ങനെ കണ്ടാൽ. ജനങ്ങളെ പേടിപ്പിക്കുന്നവരാവണം പോലീസ് എന്ന് ഏത് ട്രെയിനിങ് ക്യാമ്പിലാണ് സാർ പഠിച്ചത്? സുഹൃത്തായിരിക്കണം പോലീസ് ജനങ്ങൾക്കും സമൂഹത്തിനും. വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും മാത്രമല്ല, ഡ്രസ്സിലും വേണം ചേഞ്ച്. ഫീൽ ചെയ്യണം ജനത്തിന് നമ്മളെ അവരിലൊരാളായി. അപ്പൊ ഈ ക്രിമിനൽസിനും അങ്ങനെ തന്നെ ഫീൽ ചെയ്താലോ? ചെയ്യില്ല.
അപ്സ്റ്റെയർ വേക്കന്റ് അല്ലാത്തവർ പോലീസായാൽ അങ്ങനെ ഫീൽ ചെയ്യില്ല. ഞങ്ങളുടെ നാട്ടിൽ ചിലരെ കുറിച്ച് പറയും, അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ളവരെന്ന്. താൻ ആ ടൈപ്പ് ഒന്നും അല്ലല്ലോ. ഹേയ്, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ആ യൂസേജിൽ ചെറിയൊരു മാറ്റമുണ്ട്. അഴകുള്ളവനെ അപ്പ എന്ന് വിളിക്കുന്നവൻ. അതുകൊണ്ട് മേക്കാടൻ എന്നെ ധൈര്യമായിട്ട് വിളിക്കാം അപ്പ എന്ന്. മിസ്റ്റർ മേനോനെ, നിങ്ങൾ വർക്ക് ചെയ്ത അതർ സ്റ്റേറ്റ്സ് പോലെ അല്ല കേരളം. ഇവിടെ നല്ല കായികാധ്വാനം വേണ്ടിവരും കേസിന്റെ ഡെഡ് ലോക്ക് പൊട്ടിക്കാൻ. എന്താടോ? ഏയ് ഒന്നുമില്ല സാർ. അതൊന്നുമല്ല, താൻ എന്നെ ഒന്ന് ആക്കിയതാ. എടോ, പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്നൊന്നും ഇല്ലാന്നേ ഉള്ളൂ. ഞാനും നല്ല അസല് പോലീസുകാരനാ. അല്ലെന്ന് പറഞ്ഞോ സാർ ആരെങ്കിലും? ഈ കോംപ്ലക്സ് ഉണ്ടല്ലോ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അത് മനസ്സിൽ നിന്ന് ആദ്യം കളയണം. അപ്പൊ ഫ്രസ്ട്രേഷൻ മാറും. ഫ്രസ്ട്രേഷൻ മാറിയാൽ കോൺസെൻട്രേഷൻ കിട്ടും. കോൺസെൻട്രേഷൻ കിട്ടിയാൽ ദാ ഇതൊക്കെ വെരി സിമ്പിൾ. ലൈക്ക് ദിസ്. അപ്പോ സഹായം വേണോ എനിക്ക്? ഗൂണ്ടാ ലിസ്റ്റ് എന്താ തരില്ലേ? അതാ. പിന്നെ മേക്കാടൻ വക നമ്പ്യാർ വധ അന്വേഷണ റിപ്പോർട്ട് പഠിച്ചു ഞാൻ. കുഴപ്പം. ഐ എം വെരി അപ്സെറ്റ്, ബട്ട് യു ഡോണ്ട് ഹാവ് എനി റീസൺ ടു ബി അപ്സെറ്റ്. ശരിയാക്കിയെടുക്കാം, ശരിയാക്കിയെടുക്കും. ആള് കൊള്ളാല്ലേ സാർ?